ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വൈറ്റ് ക്ലോത്ത് ആയിട്ടാണ്. വേറൊന്നുമല്ല, കഴിഞ്ഞ തവണ ആരി ക്ലാസ് ഞാൻ എടുത്തപ്പോൾ അത് റെഡ് കളർ ആയിട്ടുള്ള ഒരു തുണിയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ഒന്നും മനസ്സിലായി കാണില്ല. അപ്പോൾ നമുക്കൊരു ഇതാണ് പോപ്ലിൻ ക്ലോത്ത്. അപ്പോൾ ഈ ഒരു ക്ലോത്തിൽ നമുക്ക് ചെയ്യാം. ഇത് 2 പീസായിട്ടാണുള്ളത്. ഞാൻ അതൊന്ന് ജോയിൻ ചെയ്തെടുക്കട്ടെ. അപ്പം ഞാൻ ഇതിവിടെ ജോയിൻ ചെയ്ത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു എംബ്രോയിഡറി റിങ്ങിലോട്ട് സെറ്റ് ചെയ്യാം. ഇന്ന് ഞാൻ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡ് കാണാം. ഇത് ഞാൻ ഏറ്റവും ഫസ്റ്റ് വാങ്ങിയിട്ടുള്ള സ്റ്റാൻഡായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കടക്കാരൻ എന്നെ പറ്റിച്ചതാണ്. തുരുമ്പ് പിടിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡായിരുന്നു എനിക്ക് തന്നത്. ഒരു 3 കൊല്ലമൊക്കെ ആയി കാണണം ഞാനിത് വാങ്ങിയിട്ട്. ഫസ്റ്റൊക്കെ ഞാൻ ആരി വർക്ക് ചെയ്യുന്ന ടൈമിൽ വെറും ഫ്രെയിമിൽ മാത്രം വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോ കണ്ടതും അതുപോലെ ഇത് വാങ്ങിയതും. ഇതെന്നെ പറ്റിച്ചു. തുരുമ്പ് പിടിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡായിരുന്നു എനിക്ക് തന്നത്. അതുപോലെ ഇതിൻ്റെ ബോൾട്ട് ഉണ്ടായിരുന്നില്ല, കാലൊന്നും സ്റ്റഡി ആയിട്ടായിരുന്നില്ല ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഇങ്ങനെ ഒരു മാസ്കിംഗ് ടേപ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരുന്നു അതിൻ്റെ ആ ഒരു ലെവലാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഇന്ന് ഇതിൽ ചെയ്യാം. ഇത് കൂടാതെ എൻ്റെ അടുത്ത് ഇപ്പം 3 സ്റ്റാൻഡും കൂടി ഉണ്ട്. അതിൽ ഒരെണ്ണം വലിയ ആര്യക്കോട്ടാണ്. അത് പക്ഷെ ഞാൻ യൂസ് ചെയ്യാറില്ല. കാരണം സാരി, ഷോള് അങ്ങനത്തെയൊക്കെയാണ് കൂടുതലായിട്ടും അത് വേണ്ടത്. കാരണം നീളത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇവിടെ ഇടാനുള്ള ബുദ്ധിമുട്ട് കാരണം പിന്നെ യൂസ് ചെയ്യാൻ കൂടുതൽ സമയം വേണം അതിന്. അതിൽ ത്രെഡൊക്കെ ഇട്ട് കെട്ടി സെറ്റ് ചെയ്യാൻ കൂടുതൽ സമയം വേണ്ടതുകൊണ്ട് ഞാൻ അത് എടുക്കാറില്ല. പിന്നെ ഇപ്പം ഞാൻ ആമസോണിൽ നിന്ന് റീസെൻ്റ് ആയിട്ട് 3-in-1 സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിൽ ഒരെണ്ണം ഇതാണ് വരുന്നത്. ഇങ്ങനെ വരും. ഇതിൻ്റെ കൂടെ കുറച്ച് ബൈൻഡിങ് ക്ലിപ്സ് കൂടിയുണ്ട്. ഈ ഒരു ടൈപ്പിൽ വരുന്ന ഒരു 24ഓളം ക്ലിപ്പും ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള സ്റ്റാൻഡാണ്. ഇത് കൂടാതെ ഒരെണ്ണം കൂടിയുണ്ട്. ഇതാണ് ആ സംഭവം. ഇതിൻ്റെ കൂടെ അവരൊരു റിങ്ങും കൂടിയും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് 18 ഇഞ്ചസിൻ്റെയാണ്. ഇത് 3-in-1 ആണെന്ന് പറയാനുള്ള കാരണം ഇത് നമുക്ക് ഇവിടുന്ന് ഊരിയിട്ട് നേരത്തെ കാണിച്ചിട്ടുള്ള സ്ക്വയറിന്റെ സംഭവം ഇവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്ക്വയറിന്റെ കാര്യങ്ങളൊക്കെ ഊരിയിട്ട് അത് ഇതിൽ ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. കുഴപ്പമില്ല, നല്ല പ്രൊഡക്റ്റ് ആണ്. അറൗണ്ട് ഒരു 3000 ആയിട്ടുണ്ടായിരുന്നു ഈ 2 എണ്ണത്തിനും കൂടിയിട്ട്. ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ആദ്യം തന്നെ ഈ ഒരു റിങ്ങിന്റെ ചെറിയത്, അതായത് ഈ സ്ക്രൂ ഇല്ലാത്ത റിങ് വേണം താഴെ വെക്കാൻ. എന്നിട്ട് അതിന്റെ മുകളിൽ നമുക്ക് ഈ ഒരു തുണി വിരിച്ചു കൊടുക്കാം. എന്നിട്ട് അടുത്ത റിങ് ഒന്ന് ലൂസ് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ വെക്കാം. അതിനുശേഷം ഇതൊന്ന് ടൈറ്റ് ചെയ്യണം. നമ്മുടെ തുണി ഇപ്പോൾ ഇവിടെ അത്രയ്ക്ക് അങ്ങോട്ട് വലിഞ്ഞല്ല നിൽക്കുന്നത്. അപ്പോൾ ഇതൊന്നും കൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ടൈറ്റ് ആയി കിട്ടും. അങ്ങനത്തെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ആരി വർക്ക് ചെയ്യുമ്പോൾ ക്ലോത്ത് ടൈറ്റ് ആയിട്ട് നിന്നാലാണ് നമുക്ക് നന്നായിട്ട് വർക്ക് ഫിനിഷിൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് ഓവർ ടൈറ്റ് ആവണം എന്നല്ല, ഒരു വല്ലാതെ ലൂസ് ആവാനും പാടില്ല, ഓവറായിട്ട് ടൈറ്റ് ആവാനും പാടില്ല. അങ്ങനത്തെ ഒരു ലെവലിലാണ് ഈ ഒരു ക്ലോത്ത് നിൽക്കേണ്ടത്. ആരി സ്റ്റാൻഡിൽ നമ്മൾ ഈ ഒരു റിങ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ സെറ്റായിരുന്നോളും. ഞാൻ കുറച്ച് ലൈൻസും കൂടി ഇതിൽ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നപ്പോൾ നമ്മൾ ഒന്നും കൂടിയും ചെയിൻ സ്റ്റിച്ച് നോക്കാം, പിന്നെ ബീഡ്സ് ഒക്കെ ഇട്ടിട്ടുള്ളതും നോക്കാം. അപ്പം ഞാനിവിടെ ആരി സ്റ്റാൻഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടിയും പറയാം. നമുക്ക് സാധാരണ ആരി വർക്ക് ചെയ്യുമ്പോൾ 3 ത്രെഡ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഇതിലും കൂടുതലുണ്ടോയെന്ന് എനിക്കറിയില്ല. 3 ത്രെഡ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഒന്ന് നോർമൽ നമ്മൾ സ്വിങ് ത്രെഡ്, രണ്ടാമത്തത് ഇത് നൈലോൺ ത്രെഡ്. ഞാൻ കൂടുതലായിട്ടും ഈ ഒരു നൈലോൺ ത്രെഡാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതിൽ പിന്നെ ഉള്ളത് ഈ ഒരു സരി ത്രെഡ്. ഇത് നമ്മൾ ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്താലും നമുക്ക് അയൺ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് നമുക്ക് വേഗം പൊട്ടും. നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടിരിക്കും, എന്നാലും വേഗം പൊട്ടും. ഇത് പൊട്ടാൻ നല്ല പാടാണ്, പക്ഷെ അയൺ ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു ഡിഫറൻസ്. പിന്നെ ഇത് പൊട്ടല് കണക്ക് തന്നെയാണ്, കൂടെ അയണും ചെയ്യാം. ഇതും നമ്മൾ ഒരു വ്യത്യാസമില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് ഒരു ഗോൾഡിന്റെ കോട്ടിങ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതേ കണ്ട, ഗോൾഡിന്റെ ഒരു കോട്ടിങ് കൊടുത്തിരിക്കുകയാണ്. അതിന്റെ താഴെ നോർമൽ ഈ സ്വിങ് ത്രെഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 3 ത്രെഡ്സും ആണ് ആരി വർക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ നമുക്ക് ഇപ്പോൾ ചെയിൻ സ്റ്റിച്ച് അല്ലേ, അപ്പൊ കൂടുതൽ കാണാൻ വേണ്ടിയിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു സരി വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ കെട്ടിടാനായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ജസ്റ്റ് ഇതൊന്ന്
2-3 തവണ ഒന്ന് ചുറ്റിയെടുക്കുക. എന്നിട്ട് നോർമലായിട്ട് തന്നെ നമ്മൾ കെട്ടിടാറില്ലേ, അതേപോലെ ഇങ്ങനെ കെട്ടിടുക. ബാക്കി വന്നിട്ടുള്ള ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയുക. ഇന്ന് ഞാൻ ഈ ഒരു 3 ത്രെഡും വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാണിക്കുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി ഈ ഒരു ത്രെഡ് വെച്ചിട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. കാരണം ഇതിന്റെ ഇഴകൾ ഉണ്ടല്ലോ, അതും ഈ നീഡിലിന്റെ ആ ഒരു നിബില് കുരുങ്ങിയിട്ട് വേഗം വേഗം പൊട്ടിപ്പോവും. നമുക്ക് നമ്മള് ചെയ്ത് പ്രാക്ടീസ് ആയാലാണ് ഇത് ശരിയാവുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് വേഗം ചെയ്യാൻ കുറച്ച് പാടാണ്. അതുപോലെ ഈ ഇഴകളിൽ ഇങ്ങനെ കുരുങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ ആവും. ഞാൻ കാണിച്ചു തരാം. അതിനൊരു സൊല്യൂഷനും ഉണ്ട്, അതും പറഞ്ഞു. ഞാനൊരു കമന്റ് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് നമ്മൾ ഈ ഫസ്റ്റ് എടുക്കുന്നത് ഇവിടെ ലൂസ് ആവാതെ നിർത്തുക എന്നുള്ളത്. അപ്പൊ ഈ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ഈ ഒരു ലൂപ്പില്ലേ, അത് ഇവിടെ എൻഡ് നോട്ട് ഇടുന്ന പോലെ സ്റ്റാർട്ടിങ്ങിൽ നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിവിടെ സെറ്റായി നിന്നോളും. അതിനുശേഷം നോർമലായിട്ട് ചെയിൻ സ്റ്റിച്ചുകൾ ഇട്ട് പോയാൽ മതി. അടുത്തത് ഒരു പ്രശ്നമായിട്ട് കണ്ടിട്ടുള്ള കമന്റ് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് എടുക്കുമ്പോൾ തുണിയാണ് കൂടെ ആ സൂചിയിൽ പോരുന്നത് എന്നുള്ളതായിരുന്നു. അതിനൊരു പരിഹാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ തുണി പോരുന്നത് നമ്മൾ അധികം സൂചി ഇതിൽ ഇറക്കാതെ നൂല് വലിച്ചെടുക്കാൻ നോക്കുമ്പോഴാണ് കണ്ടോ തുണിയുടെ ഇഴ കൂടെ പോരുന്നത്. അതേസമയം നമ്മൾ ഈ സൂചി കുറച്ച് ഡീപ്പായിട്ട് കുത്തിയിട്ട് വലിച്ചെടുക്കുമ്പോൾ നമുക്ക് തുണിയിൽ കുരുങ്ങാതെ കിട്ടും. അതാണ് ആ ഒരു ഡിഫറൻസ്. ഇപ്പൊ അതെ ഇവിടെ ഇങ്ങനെ എടുക്കുന്നതിനേക്കാളും ഒന്ന് ഡീപ്പായിട്ട് കുത്തിയിട്ടതാ ഒന്നും കൂടി നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ഇത്ര മതി. ഇനി ഇവിടെ എൻഡ് നോട്ട് ഇടാം. എൻഡ് നോട്ട് ഇടാൻ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്, എന്നാലും ഒന്നും കൂടി ഇതിൽ കാണിക്കാം. ഇത് വൈറ്റ് ക്ലോത്ത് അല്ലേ, അപ്പൊ ഇതിൽ ഒന്നും കൂടി ഞാൻ കാണിക്കാം. നമ്മൾ ലാസ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുള്ള ആ ലൂപ്പ് കുറച്ച് വലുതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ, മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇതാണ് ആ ലൂപ്പ്. നമ്മൾ ലാസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ലൂപ്പ്, ഇതാണ് ആ ലൂപ്പ്. ആ ലൂപ്പ് നമ്മൾ ഇങ്ങനെ നിർത്തി. എന്നിട്ട് അതിന്റെ നെക്സ്റ്റ് ഒരു ലൂപ്പ് എടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ആദ്യം എടുത്ത ലൂപ്പ് ചെറുതാവും. എന്നിട്ട് ഈ രണ്ടാമതെടുത്ത ലൂപ്പിന്റെ ഉള്ളിലൂടെ ആദ്യം എടുത്ത ലൂപ്പ് ഇരിക്കുക. അപ്പൊ അവിടെ ഒരു കെട്ട് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് എൻഡ് നോട്ട് ഇടുക. എന്നിട്ട് ഈ എക്സസ് ആയിട്ടുള്ളത് താഴത്തോട്ട് കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബീഡ്സ് ഇട്ടിട്ട് എങ്ങനെയാന്ന് ചെയ്യാൻ നോക്കാം. അതിനു മുന്നേ ഈ ഒരു ത്രെഡ് വെച്ചിട്ട് ചെയ്യാൻ നോക്കാം. ഇത് വെച്ചിട്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് നമുക്ക് ഈ രണ്ടെണ്ണത്തിന്, ഈ ഒരു സരി ത്രെഡിനെയും ഈ ഒരു നൂലിനെയും അപേക്ഷിച്ച് സൂപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഈ ഒരു നൈലോൺ ത്രെഡ് വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് അതിന് മുന്നേ ഇത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഈ നോർമൽ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇതിപ്പോ എനിക്ക് ശരിയായിട്ടാണ് കിട്ടുന്നത്, എന്താണെന്നറിയില്ല. പക്ഷെ ഇങ്ങനെയല്ല കിട്ടാറ്. ആ നൂലാകെ വൃത്തികേടായിട്ടാണ് കിട്ടാറുള്ളത്, പൊട്ടിപ്പോകുന്ന രീതിക്ക്. കുറച്ച് കഴിഞ്ഞാൽ പൊട്ടുമായിരിക്കും. ഇതാ കണ്ടോ, ഈ നൂലിന്റെ ഇഴകള് ഇങ്ങനെ പുറത്തോട്ട് വരും. നമുക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാൻ കിട്ടാത്ത ഒരു ഇങ്ങനെ കുരുങ്ങി വരും. ഇതിനുള്ള പരിഹാരം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഫാബ്രിക് ഗ്ലൂ ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് കയ്യിലാക്കുക. എന്നിട്ട് ഈ നൂലൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതിൽ തേച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് ആ ഇഴകൾ വരുന്ന പ്രശ്നം ഒരു പരിധി വരെ പരിഹരിക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇഴകൾ വരുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഈ ഒരു ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ നമുക്കിനി എൻഡ് നോട്ട് ഇട്ട് കൊടുക്കാം.
ഞാൻ കൂടുതൽ ഇത് യൂസ് ചെയ്യാറില്ല. അതിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. നോർമൽ ത്രെഡ് വെച്ചിട്ട് ഞാൻ നെറ്റിന്റെ ക്ലോത്തിൽ മാത്രമേ ഒരു തവണ ചെയ്തിട്ടുള്ളൂ. അത് പിന്നെ നെറ്റിന്റെ ആയത് കാരണം ഹോൾസ് ഒക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് കിട്ടി. നമ്മൾ ഇതും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഡ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഞാൻ കുറച്ച് ഷുഗർ ബീഡ്സ് ആണ് എടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ നൈലോൺ ത്രെഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. മറ്റുള്ള ത്രെഡ്സ് കെട്ടിടുന്ന പോലെ തന്നെയാണ് ഇതും ഒരു 2-3 വട്ടം ചുറ്റി എടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇട്ടിട്ട് കൊടുക്കുക. നൈലോൺ ത്രെഡ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ ഈസിയാന്ന് പറയുന്നത് ഈ ത്രെഡ് ഭയങ്കര മിനുസാണ്, അതുപോലെ ഇതിന് ഇഴകളില്ല. അപ്പൊ ഈ ക്ലോത്തിലൂടെ പെട്ടെന്ന് നമുക്ക് വലിച്ചെടുക്കാനായിട്ട് കിട്ടും, അതാണ് കാരണം. അപ്പൊ നമുക്ക് ബീഡ്സ് എങ്ങനെയാണ് ഇതിൽ ചെയ്തെടുക്കാൻ നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് നൈലോൺ ത്രെഡ് വെച്ചിട്ട്, നൈലോൺ ത്രെഡ് ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ കാണാൻ കുറച്ച് പാടാണ്. കെട്ടിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബീഡ്സ് ഇതിൽ കോർത്തെടുക്കാം. ആദ്യം ഒരു ബീഡ് ഇട്ടു, അത് ഇങ്ങനെ നമ്മൾ വലിക്കുന്നുണ്ട് അതേ സമയം കേട്ടോ. എന്നിട്ട് ആ ബീഡിനെ നെക്സ്റ്റ് ആയിട്ട് തന്നെ ആ ചെയിൻ വലിച്ചെടുത്തിട്ട് അടുത്ത ബീഡ് ഇട്ടു, അടുത്ത ചെയിൻ എടുത്തു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോ ഷുഗർ ബീഡ് മാത്രം ഇട്ടിട്ടാണ് ഈ ഒരു ലൈനിൽ ചെയ്യുന്നത്. ഇതും മറ്റുള്ളത് കെട്ടിടുന്ന പോലെ തന്നെ നമുക്ക് എൻഡ് നോട്ട് ഇടാം. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ നൂലാണ് കേട്ടോ. ഇത് വെച്ചിട്ട് ചെയ്യാൻ നല്ല ഈസിയാണ്. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഈ ഒരു നൈലോൺ ത്രെഡിന്റെ വേറൊരു കളർ എൻ്റെ കയ്യിലുണ്ട്, ബ്ലാക്ക്. അപ്പൊ നമുക്ക് ഇനി ബ്ലാക്ക് വെച്ചിട്ട് ചെയ്യാം. അതാവുമ്പോൾ ഇതിലൊന്നും കൂടി വിസിബിൾ ആവും. ഇത് വെച്ചിട്ട് ചെയ്യാൻ മറ്റുള്ളത് വെച്ച് ചെയ്യുന്നതിനേക്കാളും നല്ല ഈസിയാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇനി എങ്ങനെയാണ് നീഡിൽ കോർത്തെടുക്കുക എന്നുള്ളതൊന്ന് കണ്ടാലോ. ഈ ഒരു നീഡിൽ ബീഡ്സ് എങ്ങനെയാണ് കോർത്തെടുക്കുക എന്നൊന്ന് കാണാം. ഇത് വലിയ നീഡിൽ വേണം കേട്ടോ. അതില് ഇങ്ങനെ ചെയ്യുമ്പോഴേ മുത്ത് കോർത്തെടുക്കാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിൽ ബീഡ് വർക്ക് ചെയ്ത് നോക്കാം. അടുത്ത നമ്മൾ കട്ട് ബീഡ് വെച്ചിട്ടാണ് ഒന്ന് ചെയ്ത് നോക്കുന്നത്. നമുക്ക് ഓരോന്നോ 2 എണ്ണോ ഇട്ട് ചെയ്യാം, 3 എണ്ണം വരെ ഇട്ട് ചെയ്യാം. അതായത് സിക്സാക് ഡിസൈൻസിലൊക്കെ 3 എണ്ണം വരെ ഇട്ട് ചെയ്യാറുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വൃത്തികേടായി നിൽക്കും. ഇങ്ങനത്തെ സ്ട്രൈറ്റ് സ്റ്റിച്ചിലൊക്കെ ഞാൻ ഒരുവിധം 1 എണ്ണം ഇട്ടിട്ടും അല്ലെങ്കിൽ ഇതേപോലെ 2 എണ്ണം ഇട്ടിട്ടും ചെയ്യുക. 3 എണ്ണം ഇട്ട് ചെയ്യുമ്പോൾ അതിനൊരു ഫിനിഷിങ് കുറവായ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. 1 എണ്ണം ഇട്ടിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. 2 എണ്ണം നമുക്ക് ഇടാം. ഇനി നമുക്ക് ഷുഗർ ബീഡും കട്ട് ബീഡും കൂടിയിട്ട് മിക്സ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഒരു കട്ട് ബീഡ് എടുത്തു, പിന്നെ ഒരു ഷുഗർ ബീഡ് എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഒരു ഷുഗർ ബീഡ്, ഒരു കട്ട് ബീഡ്, അങ്ങനെ. അങ്ങനെ
ഫസ്റ്റ് നമ്മൾ പ്ലെയിൻ ചെയിൻ സ്റ്റിച്ച് ചെയ്തു സരി വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നത് കാണിച്ചു. നോർമൽ ഷുഗർ ബീഡ് ഇട്ടിട്ട് കാണിച്ചു. കട്ട് ബീഡ് ആൻഡ് ഷുഗർ ബീഡും കട്ട് ബീഡും മിക്സ് ആയിട്ടുള്ളതും കാണിച്ചു. ഇനി നമുക്ക് എങ്ങനെയാണ് സിക്സ് ആഗ് ചെയ്യാന്നുള്ളത് നോക്കാം. സിക്സ് ആഗിന്റെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് എങ്ങനെയുണ്ടെന്ന് ഞാൻ ഫോണിലോട്ട് നോക്കിയതായിരുന്നു. പക്ഷെ അപ്പോഴാണ് കണ്ടത് ക്യാമറ ഓൺ ആക്കാൻ മറന്ന കാര്യം. അപ്പൊ നമുക്ക് സിക്സ് ആഗ് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ടിട്ട് വേണം മുകളിലോട്ട് കൊണ്ടുപോകാൻ. അതായത് നമ്മള് ആ ഒരു വേണ്ട സ്ഥലത്ത് കുത്തുന്നില്ലേ, അവിടെ കുത്തിയിട്ട് അതിന്റെ അടുത്ത് തന്നെ ഒരു ചെയിൻ കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് വേണ്ട അടുത്ത സ്ഥലത്തോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇല്ലെങ്കിൽ വരുന്നത് ഞാൻ കാണിക്കാം. നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ കുത്താതെ പോകുമ്പോൾ അതെ ഇങ്ങനെയാണ് വരിക. ഒരു വലിവ് വരും നൂലിന്. ആ ഒരു ഷേപ്പിൽ നിന്ന് നല്ല വ്യത്യാസം ഉണ്ടാവും ഇങ്ങനെ. അപ്പൊ ഇതാണ് ആ ഡിഫറൻസ്. നമ്മൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ഷേപ്പ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഒരു ഉറപ്പിനും ഷേപ്പ് നിലനിർത്താനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 സ്റ്റിച്ച് അടുത്തടുത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഇനി നമ്മള് ഇവിടെ 2 സ്റ്റിച്ച്, ഒരു സ്റ്റിച്ച് എക്സ്ട്രാ ഇട്ടിട്ടല്ലേ പോയത്. അതായത് ഇങ്ങോട്ട് കുത്തി ഇവിടെ നിന്ന് ഒരു സ്റ്റിച്ച് ഇട്ടു, ഇങ്ങോട്ട് പോയി ഇവിടെ അടുത്ത്. അങ്ങനെ ഇനി അങ്ങനെ അല്ലാതെ ചെയ്യുമ്പോഴുള്ള സ്റ്റിച്ച് എങ്ങനെയാ വരിക എന്നുള്ളതൊന്ന് നോക്കി നോക്കാം. കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നും തോന്നില്ല, പക്ഷെ ഇതിൽ പ്രശ്നമുണ്ട്. കാരണം കണ്ടോ, ഇതിങ്ങനെ സ്റ്റിച്ച് നമ്മളിപ്പോ ബീഡ് വെച്ചിട്ട് തുന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഇത് കണ്ടോ, ഇത് ഇവിടുന്ന് ഇളകില്ല. പക്ഷെ ഇത് ബീഡ് ഇങ്ങനെ ഷേപ്പ് ഇല്ലാതെ ആയി പോവും. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഇത് ബീഡ് ഇട്ടിട്ട് ചെയ്യുമ്പോൾ കാണിക്കാം. കട്ട് ബീഡ് ഇട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഷുഗർ ബീഡ് ഇട്ടിട്ട് ഇത് ചെയ്ത് കാണിക്കാം. നാല് ഷുഗർ ബീഡാണ് ഞാനിതിൽ ഒരു ചെയിനിൽ ഇട്ടിട്ടുള്ളത്. നമുക്കത് ആവശ്യമനുസരിച്ചിട്ട് 5 എണ്ണമൊക്കെ ഇടാം കേട്ടോ. 4 എണ്ണം ഇടുന്നതാണ് ഈ ഒരു ഇതിന്റെ ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി വലുപ്പമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 5 എണ്ണം 6 എണ്ണമൊക്കെ ഇടാം. ഇനിയിപ്പോൾ അങ്ങനെ ഇടുമ്പോൾ ഇവിടത്തെ ഈ ചെയിനിന് ഭയങ്കരമായിട്ട് ഇളക്കം സംഭവിക്കാതിരിക്കാനായിട്ട് 5 എണ്ണമൊക്കെ ഇട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 3 എണ്ണം വെച്ചിട്ട് ആദ്യം എടുത്ത് കുത്തിയിട്ട് 2 എണ്ണം എടുത്ത് കുത്തിയാൽ മതി. മനസ്സിലായോ? അതായത് ഒരു 5 എണ്ണം വെച്ച് ചെയ്യുകയാണെങ്കിൽ 3 ബീഡ് ഇട്ടതിന് ശേഷം 1 അവിടെ കുത്തിയിട്ട് ബാക്കി വേണ്ട 2 ബീഡോ 3 ബീഡോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇട്ടിട്ട് കുത്തിയിട്ട് അടുത്തേക്ക് പോയാൽ മതി. അപ്പം അത് കറക്റ്റായിട്ടാണ് കിട്ടും. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന് 4 എണ്ണം ഇട്ട് ചെയ്യുമ്പോഴാണ് കൂടുതലും ഭംഗിയുള്ളതെന്നാണ്. അതുപോലെ കട്ട് ബീഡ്സിന് 3 എണ്ണം 2 എണ്ണം 4 എണ്ണം ഒക്കെ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ സെയിം ഷുഗർ ബീഡ് ഇട്ടിട്ട് ഇത് ചെയ്യുമ്പോഴുള്ള റിസൾട്ട് എന്താണെന്ന് നോക്കി നോക്കാം. നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊന്ന് ചെയ്ത് നോക്കാം.
ബീഡിട്ട് ചെയ്യുമ്പോൾ കാഴ്ചക്ക് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. പക്ഷെ അതിൽ പ്രശ്നമുണ്ട് കേട്ടോ. അതിപ്പോ എന്താണെന്നറിയില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നോണ്ടാണോ എന്നൊന്നും അറിയില്ല. ഞാൻ അതും കൂടി കാണിച്ചു തരാം. കണ്ടോ, നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കഴിയുമ്പോൾ അതിന്റെ ഷേപ്പിൽ നിന്നും വ്യത്യാസം വരും. പക്ഷെ ഇത് നമ്മൾ അനക്കിയാലും അനങ്ങൂല. ഇതാണ് ഇതിന്റെ വ്യത്യാസം. ചെറിയ വ്യത്യാസമേ ഉള്ളൂ, പക്ഷെ ചെറിയ വ്യത്യാസം ഭയങ്കര പ്രശ്നമുള്ള ഒരു വ്യത്യാസമാണ്. ഇതിങ്ങനെ ഇളകി കളിച്ചോണ്ടിരിക്കും, ഇത് ഫിറ്റായി നിൽക്കും ഇവിടെ. ഇതാണ് അത് തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പൊ ഇന്ന് ഒന്നുകൂടി ചെയിൻ സ്റ്റിച്ച് നോക്കി, പിന്നെ നോർമൽ ത്രെഡ്, സ്വീൻ ത്രെഡ് വെച്ചിട്ടും നൈലോൺ ത്രെഡ് വെച്ചിട്ടും എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാണിച്ചു. ഷുഗർ ബീഡ് ഇട്ടിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, കട്ട് ബീഡ് ഇട്ടിട്ട് ചെയ്യുന്നത്, രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളത്, പിന്നെ സിക്സാഗിന്റെ 2 വേരിയൻസ്, അതുമാണ് ഇന്ന് കാണിച്ചത്. അപ്പോൾ ഇനി ഈ സ്റ്റിച്ചുകളും ബീഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ബൂട്ടാ വർക്കും അതുപോലെ കുറച്ചുകൂടി ഡിസൈൻ ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്